ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 31 ബലിദർപ്പ ശമനം. ശ്ലോകം 3. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനീത്യാലപത്വാം സദൃപ്യൻ യസ്മാദ്ദർപ്പാദ് ത്രിപദപരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദദർഹോപി ഗാഠോപശാന്ത്യൈ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. വിശ്വേശം മാം ത്രിപദം ഇഹ ത്രിപദമിഹ കിം യാചസേ. ച എന്നാണ് ജനായി പോവരുത്. യാചസേ ബാലിശ ത്വം ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു വൃക്ഷം എന്നൊക്കെ ഉള്ളതിൻ്റെ വൃ എന്നാണ്. ഭൂമിം എന്നുള്ളതിൻ്റെ ഭൂ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. കിം അമുനേ ഇതി ആലപത് ത്വാം ചേർത്തിട്ട് കിം അമുനേത്യാലപത്വാം സ ദൃപ്യൻ യസ്മാത് ദർപ്പാത് ചേർത്തിട്ട് യസ്മാത് ദർപ്പാത് ദ മെല്ലെ ഊന്നി പറയണം. മദ്ദളം എന്നൊക്കെ ഉള്ള പോലത്തെ ദ. യസ്മാത് ദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ക്ഷേപവാദാൻ ഇവിടെ അതുപോലെ ക്ഷേ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ബന്ധം ന ധ എന്നാണ് ധനം എന്നൊക്കെ ഉള്ളതിൻ്റെ, അതുകൊണ്ട് നന്നായിട്ട് ഊന്നി പറയണത്. ബന്ധം ച അസൗ അഗമത് അദദർഹ അപി ചേർത്തിട്ട് ചാസാവഗമദദർഹോപി ഗാഠോപശാന്ത്യൈ. ഗാഠോ ഠ ത ഠ ഡ ഠ നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഗാഠോപശാന്ത്യൈ. അങ്ങനെ നിർത്താം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാദ്ദർപ്പാദ് ത്രിപദപരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദദർഹോപി ഗാഠോപശാന്ത്യൈ. അടുത്തത് 4ാമത്തെ ശ്ലോകം. പാദത്രയ്യായതി നമുദിതോ വിഷ്ടപൈർനാപി തുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവതേ താതു കാമേഥതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. പാദത്രയ്യ യതി ന മുദിതോ വിഷ്ടപൈർ ന അപി തുഷ്യേത് ഇതി ഉക്തേ അസ്മിൻ ചേർത്തിട്ട് വിഷ്ടപൈർനാപി തുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവതേ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധാതു കാമേ അഥ ധാതു കാമേഥ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തോയം ദൈത്യാചാര്യ തവ ചേർത്തിട്ട് ദൈത്യാചാര്യസ്തവ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പരീക്ഷാർത്ഥിന പരീക്ഷ ക്ഷ എന്നുള്ളത് കാഷ എന്ന് ചേർന്നതാണ്. ക്ഷ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധി എന്നുള്ളതും ഊന്നി പറയണം. വിസർഗം പറയണം. പ്രേരണാത് തം പ്രേരണാത്തം മാമാദേയം ഹരിർ അയം ഇതി ഹരിരയമിതി വ്യക്തം ഏവ ആബഭാഷേ വ്യക്ത
വ്യക്തമേവാബഭാഷേ. വ്യ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. വേ നായി പോകരുത്. വ്യക്തം ഏവ ആബഭാഷേ ചേർത്ത് ചൊല്ലുമ്പോൾ വ്യക്തമേവാബഭാഷേ. ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെയാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഭ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. വ്യക്തമേവാബഭാഷേ. അങ്ങനെ നിർത്താം. പാദത്രയ്യായതി നമുദിതോ വിഷ്ടപൈർനാപി തുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവദേ ധാതുകാമേഥതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിനഃ പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.